കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത് വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്തത് മികച്ച വിളവ് സ്വന്തമാക്കിയിരിക്കുകയാണ് മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ. മതിലകം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാതിക്കോട് ഒരുക്കിയ പ്രദർശന തോട്ടത്തിലാണ് പാവൽ വിളഞ്ഞു നിൽക്കുന്നത്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പാവൽ ഇനമായ പ്രഗതി, പ്രജനി എന്നീ തൈകളാണ് കാർഷിക സർവകലാശാലയുടെയും മതിലകം കൃഷിഭവന്റെയും സഹകരണത്തോടെ ശശീന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കിയത്. പാട്ടത്തിനെടുത്ത 2.5 ഏക്കറിൽ 60 സെന്റ് സ്ഥലത്താണ് 2000 പാവൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ജൈവരീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും നൽകി. 1.5 മാസം കഴിഞ്ഞപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കർഷകനായ ശശീന്ദ്രൻ പറഞ്ഞു. ഇത് വലിപ്പം കുറഞ്ഞ ഒരു ഇനമാണ്, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണിത്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവണ ഒരു ഇനത്തിന്റെ പോലെ തോന്നുന്നുണ്ട്. മായ എന്ന ഇനാണ് വലിപ്പമുള്ള കായ ഉണ്ടാവണത്. ഒരു തൈമന്ന് ഒരു 6 എണ്ണം പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോത്തോളം പൊടിച്ചിട്ടുണ്ട്. 8 കിലോത്തോളം ഉണ്ടാവുന്ന ഒരു യൂണിവേഴ്സിറ്റി പറയണത്. പ്രഗതി, പ്രജനി ഇനത്തിൽ ഒരു പാവലിന് 200 ഗ്രാം തൂക്കം വരും. ഒരു ചെടിയിൽ ശരാശരി 40ഓളം കായ്കൾ ഉണ്ടാകും. പ്രഗതി, പ്രജനി ഹൈബ്രിഡ് പാവലിന് തീരദേശ മണ്ണിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ വിജയൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ്. ഇവിടുത്തെ മണ്ണ് കുറച്ച് മണല് കലർന്നതാണ്. അപ്പോൾ ഇവിടെയും ഒരുവിധം വളരെയധികം വളപ്രയോഗം ഒന്നും ചെയ്യാണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ കീടം, അതേപോലെ തന്നെ അതിനൊക്കെ വളരെ കൺട്രോളബിൾ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ പ്രദർശന തോട്ടത്തിലൂടെ പുതിയ ഇനം 2 വിത്തുകൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൃഷി ഓഫീസർ PC സജന പറഞ്ഞു. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വിലയും കുറവാണ് വിത്തിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ കൂടുതൽ നല്ല ഈൽഡ് കിട്ടുന്ന പ്രജനി, പ്രഗതി 2 വെറൈറ്റികൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. TCV ന്യൂസ്, കയ്പമംഗലം.